ഹായ് ഓൾ, വെൽക്കം ടു PSC ഫാക്ട്സ്. PSC പരീക്ഷകളിൽ നമ്മളെപ്പോഴും കാണുന്ന രണ്ട് പേരുകളാണ് തുഹ്ഫത്തുൽ മുജാഹിദീനും തുഹ്ഫത്തുൽ മുവാഹിദീനും. രണ്ട് കൃതികളാണ്, രചിച്ചിരിക്കുന്നതും രണ്ട് ആളുകളാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് അല്ലേ? അപ്പോൾ ഇനി കൺഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് പഠിക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യം തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അപ്പോൾ എന്താണ്? കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ്റെ കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. രചിച്ചതാരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ. 1583 ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാർക്ക് എതിരെ മുസ്ലിങ്ങളോട് പോരാടാൻ ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇത് രചിച്ചിരിക്കുന്നത് അറബി ഭാഷയിലാണ്. തുഹ്ഫത്തുൽ മുവാഹിദീൻ രചന നിർവഹിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1805 രാജാറാം മോഹൻ റോയ് രചിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് തുഹ്ഫത്തുൽ മുവാഹിദീൻ. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം, എ ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ്. അതാണ് ഇംഗ്ലീഷ് പരിഭാഷ എന്ന് പറയുന്നത്, എ ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ്. അറബി ഭാഷയുടെ ആമുഖത്തോടെ പേർഷ്യൻ ഭാഷയിലാണ് തുഹ്ഫത്തുൽ മുവാഹിദീൻ രചിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ്. അറബി ഭാഷയുടെ ആമുഖത്തോടെ അറബിയുടെ ആമുഖത്തോടെ പേർഷ്യൻ ഭാഷയിലാണ് തുഹ്ഫത്തുൽ മുവാഹിദീൻ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കൃതികളും ഓർത്തിരിക്കുക, ഇനി കൺഫ്യൂഷനേ വേണ്ട. രണ്ട് കൃതികളും രചിച്ചിരിക്കുന്നത്, അതായത് ഷെയ്ഖ് സൈനുദ്ദീൻ്റെ മുജാഹിദീനും മുവാഹിദീൻ രചിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. മുവാഹിദീൻ രാജാറാം മോഹൻ റോയും മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീനുമാണ്. ഇനി കൺഫ്യൂഷൻ ഇല്ലാണ്ട് എഴുതാം. ഓക്കെ.